അതെ, ഇന്നെനിക്ക് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല. എനിക്ക് കരയണോ അതോ മിണ്ടാതിരിക്കണോ, തലവേദനയാണോ, എന്താണെന്നറിയാത്തൊരവസ്ഥയാണ്. എന്താ കാരണം എന്നറിയൂ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഓഫീസിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ഉണ്ട് മെയിൻ റോഡിലെ ബസ് സ്റ്റോപ്പിലേക്ക്. എന്നും ഞാൻ ആ വഴിക്ക് നടന്നാണ് വരാറ്. ഇന്നും അതുപോലെ നടന്നു വരുമ്പോൾ എൻ്റെ മുന്നിലൂടെ ഒരു 19-20 വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ബൈക്കിൽ ഇങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ട് ഫുൾ സ്പീഡിൽ ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഒരു പ്രത്യേക തരത്തിൽ ഓടിച്ചുകൊണ്ട് കടന്നുപോയി. പെട്ടെന്ന് എനിക്ക് തോന്നി, എന്ത് രസമാണ് അവരുടെ യാത്ര ഈ മഴയത്തുനിന്ന്. അതേപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ വെള്ളവും ചേറും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന, എപ്പോൾ വേണമെങ്കിലും സ്കിഡ് ചെയ്യാവുന്ന തരത്തിൽ കിടക്കുന്ന റോഡിലേക്ക് എന്തിനാണ് ഇവർ ഈ സ്പീഡ് ഇത്ര അഭ്യാസത്തോടു കൂടി പോകുന്നതെന്ന്. ഇങ്ങനെ ചിന്തിച്ച് തീരുന്നതിന് മുന്നേ തന്നെ പോയ വഴി അവർ തിരിച്ച് വീണ്ടും പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, വെക്കേഷനൊക്കെ അല്ലേ, സ്കൂളിലോ കോളേജിലോ ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ +2 കഴിഞ്ഞതിൻ്റെ സന്തോഷവും ആയിരിക്കാം. കാണാതിരുന്ന് കണ്ടപ്പോൾ ഉള്ളിൽ പ്രണയം കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാവും ഇത് എന്ന്. ഇങ്ങനെ ചിന്തിച്ച് കുറച്ചുകൂടെ മുന്നേക്ക് പോകുമ്പോൾ ഒരിടത്ത് കുറേ അധികം ആൾക്കാർ കൂടി നിൽക്കുന്നു. അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഒരു ആക്സിഡൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. ഞാൻ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരാകാംക്ഷയുടെ പുറത്തിങ്ങനെ ഒന്ന് കയറി നോക്കുമ്പോൾ എന്നെ കടന്നു പോയ ആ 2 കുട്ടികളാണത്. ആ ആൺകുട്ടി റോഡിനോട് ചേർന്ന് ഒരു മുട്ട് മടക്കി ഒരു കാല് നീട്ടി ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കരയുന്ന പോലെ തോന്നി. പെൺകുട്ടി കമന്ന് കിടക്കുകയാണ്. ആരും അവരുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ആംബുലൻസിനെ വിളിക്കുക, ഡോക്ടറെ വിളിക്കുക, വീട്ടിൽ വിളിക്കുന്നൊക്കെ പറയുന്നത് മാത്രം കേൾക്കാം. ഞാൻ പതിയെ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കയറി ആ ആൺകുട്ടിയോട് ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ എന്ന് ചോദിച്ചു. ആ കുട്ടിയുടെ അടുത്തേക്ക് ഇരുന്നു. ആ കുട്ടി എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു, കരച്ചിലോട് കരച്ചിൽ. എന്നിട്ട് ഈ കമന്ന് കിടക്കുന്ന പെൺകുട്ടിയും അവൻ നോക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും ഒരു ഭാരം കൂടുതൽ തോന്നുന്നു ആ കുട്ടിയുടെ ശരീരത്തെക്കാളും. ഇനി എന്തെങ്കിലും അപകടം, ആപത്ത് വല്ല സംഭവിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു, എന്തോ പറ്റിയിട്ടുണ്ട്, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഒരു വണ്ടി വിളിക്കുമോ എന്നൊക്കെ. ആരും വിളിച്ചില്ല. പക്ഷെ ഒരു 2-3 മിനിറ്റ് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരു കാർ ആ വഴി വന്നു. ആ കാർ ഇവിടെ നിർത്തി. ആ കാറിലേക്ക് നാട്ടുകാരും ഞാനും എല്ലാവരും കൂടെ ആ കുട്ടിയെ കയറ്റാൻ ശ്രമിച്ചു. അപ്പോഴും ഈ ആൺകുട്ടി ഇരുന്നിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അവന് നടുവേദനിക്കുന്നു എന്ന് പറയുന്നു. നട്ടെല്ലിനാണോ ഇടി കിട്ടിയതെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ആരോ വിളിച്ച ആംബുലൻസാന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ആംബുലൻസ് വരുന്നു. ആൾക്കാരും അതിനകത്ത് നിന്ന ആൾക്കാരെല്ലാം വന്ന് ഈ ആൺകുട്ടിയെയും അതിനകത്ത് കയറ്റിക്കൊണ്ട് പോന്നു. ഞാനവരുടെ കൂടെ ഒരു യന്ത്രം പോലെ പിടിക്കാനും അകത്ത് കയറ്റാനും ഒക്കെ നിന്നു എന്നല്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഇപ്പോഴത്തെയും തോന്നൽ ആ പെൺകുട്ടിക്ക് എന്തോ ഒരു ആപത്ത് വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ കിടന്നായിരിക്കും അവളുടെ ശ്വാസം പോയിട്ടുണ്ടാവുക എന്നൊരു പേടി. ഇതറിയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഇതെങ്ങനെ സഹിക്കും എന്നുള്ളൊരാതി. എനിക്കെന്തുകൊണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ എല്ലാ മക്കളെയും ഞാൻ ഓർത്തു ആ സമയം. ഞാനൊരു ടീച്ചറാണോ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? അതെ, ഞാനൊരു ടീച്ചറാണ്. പക്ഷേ പഠിപ്പിക്കുന്നത് സാധാരണ കുട്ടികളെ അല്ലാതെ മാത്രം.
സ്പെഷ്യൽ കിഡ്സ് എന്ന് എല്ലാവരും ഓമനപ്പെട്ടിട്ട് വിളിക്കുന്ന തികച്ചും സ്പെഷ്യലായ കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ മക്കളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കുട്ടികൾക്ക് എന്നും സംഭവിക്കരുത് എന്ന് എനിക്കിപ്പം നിങ്ങളും പ്രാർത്ഥിക്കുമെന്ന് കരുതുന്നു. അപ്പം നാളെ കാണാം. ഗുഡ് നൈറ്റ്.